ദൈവനാമത്തിന് മഹത്വം. വീണ്ടും ഒരിക്കൽ കൂടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. കഴിഞ്ഞ ക്ലാസ്സിൽ ദൈവവചനത്തിൻ്റെ ശ്രേഷ്ഠതയെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചത്. ദൈവവചനം ഇഗ്നോർ ചെയ്തതിൻ്റെ ഫലമായി ഇസ്രായേൽ മക്കൾ വിഗ്രഹാരാധന മുതലായ ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടു. എന്നാൽ ഇവിടെ യോശിയ രാജാവ് ഈ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേട്ടപ്പോൾ അവിടെ അനുതാപത്തിൻ്റെ ഒരു അനുഭവം യോശിയാവിനുണ്ടായതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അത് 2 രാജാക്കന്മാർ 22-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. ഇന്നത്തെ ക്ലാസ്സിനായിട്ട് നമുക്ക് 2 രാജാക്കന്മാർ 22-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിക്കാം. മഹാപുരോഹിതനായ ഹിൽക്കിയാവ് രായസക്കാരനായ ഷാഫാനോട്, ഞാൻ ന്യായപ്രമാണ പുസ്തകം യഹോവയുടെ ആലയത്തിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹിൽക്കിയാവ് ആ പുസ്തകം ഷാഫാന്റെ കയ്യിൽ കൊടുത്തു. അവൻ അത് വായിച്ചു. ഇവിടെ നാം കാണുന്നത് ന്യായപ്രമാണ പുസ്തകം ഹിൽക്കിയ പുരോഹിതന് ലഭിക്കുന്നു. ആ പുസ്തകം ഹിൽക്കിയാവ് ഷാഫാന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ഷാഫാൻ അതവിടെ വായിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് വായിക്കാൻ കഴിയും. ഈ വിവരം ഷാഫാനായ രായസക്കാരൻ ഉടനെ രാജാവായ യോശിയാവിനെ അറിയിക്കുകയും യോശിയാവും ആ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾക്കുകയും ചെയ്യുന്നു. ആവർത്തന പുസ്തകം 31:26 നമ്മളൊന്ന് വായിച്ചാൽ അവിടെ ദൈവം ഒരു കൽപ്പന കൊടുക്കുന്നുണ്ട്. ന്യായപ്രമാണ പുസ്തകം നിയമപെട്ടകത്തിൻ്റെ അരികിൽ വെക്കണം എന്നാണ് അവിടെ ദൈവം പറയുന്നത്. ഇനി ആവർത്തനം 17:18 നമ്മളൊന്ന് പരിശോധിച്ചാൽ അവിടെ കാണുന്നത് രാജാവിൻ്റെ പക്കലും ന്യായപ്രമാണ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി വെക്കണം എന്ന് ദൈവകൽപ്പനയുണ്ട്. മാത്രമല്ല ആവർത്തനം 31:9 തുടങ്ങി 13 വരെ ഉള്ള വാക്യങ്ങളൊന്ന് വായിച്ചാൽ എല്ലാ 7 വർഷവും ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ കൂടാര പെരുന്നാളിൽ ഇസ്രായേൽ മക്കൾ എല്ലാവരും കൂടി ഈ ന്യായപ്രമാണ പുസ്തകം വായിച്ച് കേൾക്കണം എന്നും ദൈവകൽപ്പന ഉണ്ട്. എന്നാൽ ഇസ്രായേൽ രാജാക്കന്മാരുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ ഈ പ്രമാണത്തിനും അല്ലെങ്കിൽ ദൈവിക കൽപ്പനകൾക്കും യാതൊരു വിലയും അവർ കൽപ്പിച്ചില്ല. അവർ വിഗ്രഹാരാധനയ്ക്കും മറ്റ് ദൈവങ്ങളെ സേവിക്കുവാനും അവർ ഉത്സാഹിച്ചതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഇതാ യോശിയ രാജാവ് ഈ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേട്ടപ്പോൾ ദൈവകോപം അവരുടെ മേൽ വരും എന്നും ദൈവിക ന്യായവിധിയെപ്പറ്റി അവന് ബോധ്യം വരികയും ചെയ്തപ്പോൾ 2 രാജാക്കന്മാർ 22:11 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് യോശിയാവ് ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തുകയും അനുതപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ ഒരു ഉണർവ്, ആത്മീയ ഉണർവ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ റിവൈവൽ ഉണ്ടാകുന്നതായിട്ട് കാണാം. വാൽഡോ എന്ന മിഷണറി 12th സെഞ്ച്വറിയിൽ തൻ്റെ ബിസിനസ് ഉപേക്ഷിച്ച് ദൈവവേലയ്ക്കായിട്ട് ഇറങ്ങി. പുതിയ നിയമം ട്രാൻസ്ലേറ്റ് ചെയ്യുകയായിരുന്നു തൻ്റെ ശുശ്രൂഷ. ആ കാലത്ത് ബൈബിൾ വായിക്കുവാനും പഠിക്കുവാനും സഭയിൽ ചിലർക്ക് മാത്രമേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ടിരുന്ന വാൽഡോ എന്ന മിഷണറിയെ സഭയിൽ നിന്ന് വിലക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ അനേകവിധമായിട്ടുള്ള പ്രതികൂലങ്ങൾ താൻ നേരിടുകയും ഉണ്ടായി. എന്നാൽ വാൽഡോ എന്ന ദൈവദാസന് ഇതൊന്നും തളർത്തിയില്ല. തൻ്റെ ശുശ്രൂഷ മുൻപോട്ട് തന്നെ താൻ കൊണ്ടുപോയി. തൻ്റെ ശിഷ്യന്മാരെ 2 പേരായി അവിടെയുള്ള ഗ്രാമങ്ങളിലേക്ക് അയക്കുകയും അങ്ങനെ ഒരു ഗ്രേറ്റ് റിവൈവൽ അവിടെ ഉണ്ടാകുകയും ചെയ്തു. അനേകർ കർത്താവിലേക്ക് വരികയും ചെയ്തു. പ്രിയ ദൈവജനമേ, ദൈവവചനത്തിന് എവിടൊക്കെ പ്രാധാന്യം ലഭിച്ചിട്ടുണ്ടോ, അത് അനുസരിക്കുവാൻ ആരൊക്കെ തയ്യാറായിട്ടുണ്ടോ അവിടൊക്കെ ഒരു റിവൈവൽ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. യോന പ്രവാചകനിലൂടെ നിനവെ പട്ടണത്തോട് ദൈവവചനം അറിയിച്ചപ്പോൾ ജനം അതേറ്റെടുത്തപ്പോൾ അവിടെ ഒരു റിവൈവൽ ഉണ്ടായതായിട്ട് നമുക്കറിയാമല്ലോ. യസ്ര എന്ന ശാസ്ത്രി ന്യായപ്രമാണ പുസ്തകം വായിച്ച് ജനത്തെ കേൾപ്പിച്ചപ്പോൾ അവിടെയും ഒരു റിവൈവൽ ഉണ്ടായി.
സെക്കൻഡ് ക്രോണിക്കിൾസ് 17-19 ഒന്ന് വായിച്ചാൽ ജെഹോഷഫാത്തിന്റെ കാലത്തും ഒരു സ്പിരിച്വൽ റിവൈവൽ അവിടെ കാണുവാൻ സാധിക്കും. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ദൈവവചനത്തിനു മുൻപാകെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബങ്ങളിൽ ഈ രീതിയിലുള്ള ഒരു സ്പിരിച്വൽ റിവൈവൽ കാണുവാൻ ദൈവം സഹായിക്കട്ടെ. ഇവിടെ യോശിയ രാജാവിൻ്റെ റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തുന്ന ഒരു യോശിയ രാജാവിനെ നമുക്കവിടെ കാണാം. അത് മാത്രമല്ല, ഇതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ യോശിയാവ് രായസക്കാരനായ ഷാഫാനെ ഹുൽദ എന്ന പ്രവാചകിയുടെ അടുക്കിലേക്ക് അയക്കുന്നു. ഹുൽദ എന്ന പ്രവാചകി ഒരു ദൈവഭക്തിയായ സ്ത്രീയായിരുന്നു. ഹുൽദ എന്ന പ്രവാചകി ദൈവത്തിന്റെ അരുളപ്പാട് വളരെ വ്യക്തമായിട്ട് ഷാഫാനെ അറിയിക്കുകയും ഷാഫാൻ അത് യോശിയാവിനെ അറിയിക്കുകയും ചെയ്യുന്നു. ഹുൽദ പ്രവാചകിയുടെ വാക്കുകൾ 2 രാജാക്കന്മാർ 22-19-20 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ നമുക്ക് കാണാവുന്നതാണ്. അവിടെ പറയുന്നത്, ന്യായവിധി തീർച്ചയായിട്ടും ഉണ്ടാകും, എന്നാൽ യോശിയാവിന്റെ കൺകൾ അത് കാണുകയില്ല. യോശിയാവിന്റെ കാലത്ത് ആ ന്യായവിധി നടക്കുകയില്ല എന്ന് ഹുൽദ പ്രവാചകി ഷാഫാനെ അറിയിക്കുന്നതായിട്ട് കാണാം. അതിന്റെ കാരണം ഒന്ന് പരിശോധിച്ചാൽ, ഒന്ന്, എ റെസ്പോൺസീവ് ഹാർട്ട് ഓഫ് ജോസായ, ദൈവവചനത്തിനോട് തന്നെത്താൻ താഴ്ത്തിയ ഒരു യോശിയാവ്. രണ്ടാമത്, താൻ അനുദപിച്ചു, ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തി, എ ഹംബിൾ ജോസായ. ഇതായിരുന്നു ന്യായവിധി തൻ്റെ കാലത്ത് നടക്കാതിരിക്കുവാൻ ഉണ്ടായിരുന്ന കാരണം. മുൻപോട്ടുള്ള ക്ലാസ്സുകൾ ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ചിന്തിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.